ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ലാഹോറിലടക്കം പാകിസ്ഥാന്റെ 3 ഇടങ്ങളിൽ ഉഗ്ര സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു. അതിൽ ലാഹോറിൽ തന്നെ 3 സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത്. വോൾട്ടൺ എയർഫീൽഡ്, അവരുടെ വിമാനത്താവളത്തിന് സമീപമാണ് സ്ഫോടനം നടന്നതെന്ന് പറയുന്നു. അവിടെ ഒരു റോഡ് തകർന്ന നിലയിലാണ്. അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളിലൊക്കെ വാഹനങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്ത് ജനങ്ങൾ ഭയചകിതരായി നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. സിയാൽകോട്ടിൽ ഇന്നലെ ആക്രമണം നടന്ന വിവരം ന്യൂസ് ഇന്ത്യ മലയാളം രാത്രി 1 മണിക്ക് തന്നെ നൽകിയിരുന്നു. പക്ഷേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സ്ഥിരീകരിച്ചിട്ടില്ല, ഔദ്യോഗികമല്ല ഈ വിഷ്വൽസും വാർത്തയുമൊക്കെ പല മാധ്യമങ്ങൾ ഇങ്ങനെ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നൽകിയത്. ദേശീയ തലത്തിലും ചില മാധ്യമങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ലാഹോറിലും ഒപ്പം തന്നെ കറാച്ചിയിലും സിയാൽകോട്ടിലുമാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ലാഹോറിലെ ഗോപാൽ നഗർ, നർഷാദ് ഏരിയകളിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. തുടർച്ചയായിട്ടായിരുന്നു ലാഹോറിൽ 3 സ്ഫോടനങ്ങൾ നടന്നിരുന്നത്. ഉഗ്ര ശബ്ദത്തോടുള്ള സ്ഫോടനങ്ങളായിരുന്നു എന്ന് പാക് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാക് മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു എന്നാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി തന്നെ യാതൊരു വിശദീകരണങ്ങളും ഉണ്ടായിട്ടില്ല. ഇതിൽ ചില നിരീക്ഷകർ പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണ ഡ്രോണുകൾ പാക് സേന വെടിവെച്ചിട്ടപ്പോൾ അവ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനമാകാനാണ് സാധ്യത എന്ന് പറയുന്നു. ഏതായാലും ഇന്നലെ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ വമ്പൻ ഓപ്പറേഷനിലൂടെ പാകിസ്ഥാൻ്റെ 9 ഇടങ്ങളിൽ വലിയ ഒരു ആക്രമണം നടത്തി പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇന്ത്യ. അതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രിയോടുകൂടി പഞ്ചാബ് അതിർത്തിക്ക് സമീപം, അതായത് പാക് ബോർഡറിൽ പാകിസ്ഥാൻ്റെ സൈനിക വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകളും മറ്റും പറന്നതായി ചില വാർത്തകളുണ്ട്. പക്ഷേ അവ അതിർത്തി കടക്കുകയോ ആക്രമണത്തിന് മുതിരുകയോ ചെയ്തില്ല. ഇതിനിടയിൽ ജമ്മു കാശ്മീരിലെ പൂഞ്ച് മേഖലയിൽ തുടർച്ചയായി തന്നെ ഷെല്ലാക്രമണം നടക്കുന്നു. 15ഓളം നമ്മുടെ സിവിലിയന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ കൊച്ചുകുട്ടികൾ, 4 പേർ കൊച്ചുകുട്ടികൾ തന്നെയാണ് ആക്രമിച്ചിരുന്നു. ഇന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു, ഇന്നലെയും പറഞ്ഞിരുന്നു, ഈ രീതിയിൽ സാധാരണക്കാരെ കൊല്ലുന്ന രീതിയിലേക്കാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ തിരിച്ചടി കനത്തതായിരിക്കും, നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ തന്നെ ഇനി ഞങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും നമുക്ക് ഈ ഒരു സ്ഫോടനത്തിൽ എന്താണ്, ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ പലരും തലക്കെട്ട് നൽകുന്നത് സിന്ദൂർ 2.0 തുടങ്ങി എന്ന് തന്നെയാണ്. ഏതായാലും ലാഹോറിലും കറാച്ചിയിലും സിയാൽകോട്ടിലും അടക്കം ഉഗ്ര സ്ഫോടനങ്ങൾ. സിയാൽകോട്ട് നമ്മുടെ ജമ്മുവിൻ്റെ അതിർത്തിയാണ്. പക്ഷേ ലാഹോറും കറാച്ചിയും ഒക്കെ പറയുമ്പോൾ അതിർത്തി കടക്കാതെ തന്നെ നമ്മളുടെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട്, നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് അവരുടെ മർമ്മപ്രധാന ഭാഗത്ത്, നമുക്കറിയാം ലാഹോറും കറാച്ചിയും ഒക്കെ ചരിത്രപരമായി തന്നെ വലിയ പ്രാധാന്യമുള്ള ഇടങ്ങളാണ്. അതിൽ ഈ കറാച്ചി എന്നൊക്കെ പറയുന്ന ഇടങ്ങളിലാണ് അവരുടെ സൈനിക ഓഫീസർമാരുടെയൊക്കെ വീടുകളും മറ്റുമുള്ളത്, സൈനിക ഓഫീസുകൾ അനവധിയുള്ളത്. അവിടത്തേക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തുന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആണ് ഈ 3 ഇടങ്ങളിൽ ഉഗ്രസ്ഫോടനം. ഏതായാലും ഈ സ്ഫോടനത്തിന് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി അത് പങ്കുവെക്കുന്നതായിരിക്കും. ന്യൂസ് ഇന്ത്യ മലയാളം.